സ്വാഭാവികമായിട്ട് പല ആളുകളും എന്ത് ചെയ്യും, അത് വിശ്വസിക്കും. നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ ആളുകൾ നമ്മൾക്ക് പറഞ്ഞു തന്ന ഐഡിയ അവരെന്നെ നമുക്കിട്ട് പറഞ്ഞു തന്നത് എന്ത്, ഒരാളെ കുറിച്ച് 10 ആള് വട്ടിട്ട് ആക്രമിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ പണ്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നമ്മളാർക്കും തളർത്താൻ കഴിയൂല. പക്ഷെ അതിപ്പോ സത്യമാണ്. യൂട്യൂബർമാർ പലരും പൈസ വാങ്ങിയിട്ടുണ്ട് ഒരാളെ കുറിച്ചിട്ട്. പുണ്യപ്രവാചകന്റെ പേരക്കുട്ടി എന്ന് പറയുന്ന ഈ ആത്മീയ ചൂഷകൻ പറയാണ് പല യൂട്യൂബർമാരും പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരാൾക്കൊന്നല്ല കൊടുത്തിരിക്കുന്നത്, അതൊരു മാഫിയാണ്. ഇവർക്ക് എന്തുണ്ട്, ഒരു ഗ്രൂപ്പിനെ ഉണ്ട്. അവര് രാവിലെ എന്ത് ചെയ്യാ തീരുമാനിക്കും ഇന്ന് ആരെ വേട്ടയാടുന്നത്. പക്ഷെ നീ എന്തിനു പണം കൊടുക്കണം? 10 ആൾ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് പല ആളുകളും എന്ത് ചെയ്യും, അത് വിശ്വസിക്കും. നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ ആളുകൾ നമ്മൾക്ക് പറഞ്ഞു തന്ന ഐഡിയ അമിത പ്രവാചകന്റെ പേരക്കുട്ടി എന്ന് പറയുന്നത് നീ എന്തിനു പണം കൊടുക്കണം. എന്ത്, ഒരാളെ കുറിച്ച് 10 ആള് വട്ടിട്ട് ആക്രമിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് സത്യമാണെന്ന് പറഞ്ഞ് പിന്തിരിക്കും. എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ പൈസ കൊടുത്തിട്ട് ഒഴിവാക്കുന്നത്. എനിക്ക് വന്ന അത്ര ഒരു ആരോപണം എന്റെ ഒരുപാട് ആളുകൾക്ക് പണം കൊടുത്തു വേറൊരാൾക്ക് വന്നിട്ടില്ല എല്ലാത്തിലും. പക്ഷെ ദൈവം ഇതുവരെ നമ്മളെന്തില്ല എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ നല്ല ഉഷാറോടെ തന്നെയാണ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് നമ്മളിങ്ങനെ ഇതിൽ വന്നിട്ട് പറയാൻ കാരണം. അത് വ്യാജ വാർത്തകളില് ആരും വഞ്ചിതരാകുന്നു. ഇപ്പൊ ഞാൻ എനിക്കറിയോ, ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ പല ആളുകളും ആഘോഷിക്കുകയാണ് ഷെയർ ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ നിയമപരമായി മുന്നോട്ട് പോകാൻ 1 കോടിയാ ആരോപണം ഉണ്ടായിട്ടില്ലാതെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നമ്മളെ ഇല്ലാതെ. അതാണ് അവരുടെ ലക്ഷ്യം. നമ്മളെ പലതും പറഞ്ഞ് നമ്മളെ കുടുംബത്തെ അവഹേളിച്ച് ഒരുപാട് വിവാദങ്ങൾ. സാധാരണ നമ്മൾ ഇത് എൻ്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. തങ്ങളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ഒരു ഫോൺ കോൾ. ഞാൻ വെച്ചു, ഞാൻ എന്നെ എന്തിനു അറസ്റ്റ് ചെയ്യണം എന്ന് അവരോട് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് അപ്പോൾ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോയിൽ മാതൃഭൂമി ചാനലിൻ്റെ ഒരു വീഡിയോയിൽ 2 ദിവസം മുമ്പ് വന്ന ഒരു വാർത്ത, കോഴിക്കോട് കള്ളന്തോടുള്ള ഒരു ആത്മീയർ തങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണ് വിഷയത്തിൽ ഏതോ ഞാൻ അറിയില്ല, ഒരു തങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്തതിൽ ബ്ലോഗർമാർ എന്ത് കാട്ടി, ഇല്യാസ് എവിടെ ഒരു ഫോട്ടോ ഉണ്ടോ, എൻ്റെ ഒരു പിന്നെ ഫോട്ടോ ഉണ്ട്. ഒരു നമ്മൾ 5 കൊല്ലം മൂപ്പര് നമ്മളെ ബാക്കിൽ പിന്തുണ തുടങ്ങിയിട്ട് ഒരു ഇല്യാസ് ബ്ലോഗറാണ്. ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയില് ആ ഫോട്ടോ ഒഴിവാക്കിയിട്ട് എൻ്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിക്ക. അങ്ങനെ ആളുകൾ വിളിക്കുക. എല്ലാതും നമ്മൾ നെവർമെന്റ് ചെയ്യുന്ന പോലെ ഇത് നമുക്ക് നെവർമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല. കാരണം ഒരു കുടുംബത്തിന് നമ്മളെ മക്കളൊക്കെ മാന്യമായ സ്കൂളിലും മദ്രസയിലും പോകുന്നത്, ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പല ആളുകളും വിളിച്ചു. അപ്പോൾ അതില് യഥാർത്ഥ എന്താണ് എന്ന് വെച്ചാൽ നമ്മളല്ല അതിൻ്റെ ആള്. നമ്മൾ തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യൂല. കാരണം നമ്മളൊക്കെ പല ആളുകൾക്കും മാതൃകയാകേണ്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് വ്യാജ വാർത്തയിൽ ആരും പെട്ടുപോകരുത്. 5 വർഷമായി നമ്മളെ നൂറ ഹബീബ് തങ്ങൾക്കെതിരെ ചാനലിനെതിരെ ആളുകൾ വേട്ടയാടുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം. അതുകൊണ്ടാണ് അങ്ങനെ പ്രസ് ക്ലബിൽ വന്ന് നമ്മളെ നമ്മളെ മുമ്പിൽ ഇത് അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നത്. ഒരുപാട് ഇപ്പോൾ നമ്മൾ 72 കുട്ടികളെ എത്തിച്ചു. ഇപ്പം ഈ നവംബർ 30-ാം തീയതി 31-ാം തീയതി 20 കുട്ടികളെ കല്യാണം. ഇപ്പം ഈ മാസം ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനമാണ് ഫ്രീ ആയി ജനങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആളും ശത്രുക്കളുണ്ട്. അപ്പോൾ വ്യാജ വാർത്തകളിൽ എന്ത് ചെയ്യുന്നത്, നിങ്ങളാരും വിട്ടുപോകാൻ പാടില്ല. അതാണ് ഇപ്പോൾ നമ്മൾ പ്രസ് ക്ലബിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വാർത്ത
അല്ലെങ്കിൽ മുമ്പിൽ പറയേണ്ട ഒരു അവസ്ഥ വന്നു. ആ വ്യക്തിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ നമുക്ക് ആളുകളെ ചെയ്ത് വീഡിയോ അയച്ചു. പക്ഷെ മൂപ്പര് ഒരുപാട് വർഷമായി നമ്മുടെ ബാക്കിൽ ഇതിന് നമ്മൾ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്.